ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മുടെ യുഗാദിയാണ്. യുഗാദി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വിഷു ഉള്ളതുപോലെ പുതുവത്സരമാണ്. ഒരു വർഷത്തിൻ്റെ ആരംഭം, ഒരു യുഗത്തിൻ്റെ ആരംഭം. ഗുഡി പഡ്വ എന്ന് മഹാരാഷ്ട്രീയൻസും സംസാർ പഡ്വ എന്ന് ഞങ്ങളും വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി ഈ വേർഡ് യുഗാദി മീൻസ് യുഗം എന്ന് പറഞ്ഞാൽ വർഷം, ആദി എന്ന് പറഞ്ഞാൽ ആരംഭം, ഒരു വർഷത്തിൻ്റെ ആരംഭം. അതാണ് കേട്ടോ. അതൊരു ആക്ച്വലി ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. യുഗാദി പലരും പല രീതിയിലാണ് കൊണ്ടാടുന്നത് കേട്ടോ. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ വേറൊരു സ്റ്റൈല്, ഇപ്പോൾ കർണാടകയിൽ തന്നെ സൗത്തിലുള്ള ആൾക്കാർ ഒരു സ്റ്റൈല്, നോർത്തിലുള്ള ആൾക്കാർ ഒരു സ്റ്റൈല്. മീൻസ് ഫുഡ് പ്രിപ്പറേഷൻസും റിച്വൽസിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ന ദിവസം സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ടാക്കും, അതായത് സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചധികം. അപ്പോൾ രാവിലെ തന്നെ ഈ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെക്കും. ഇതിനെ ബേവു ബെല്ല എന്ന് പറയും കേട്ടോ. അതായത് വേപ്പിൻ്റെ ഇലയും ശർക്കരയും പുളിയും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ബേവു ബെല്ല. ഓക്കെ, ഇത് ചെറുപ്പത്തിൽ ശ്രേയസിന് ഒരാൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു റിയലായിട്ടില്ലേ. അപ്പോൾ വേദ്യ ഇതിനെയും കൊണ്ട് കളിക്കലാണ് ഇപ്പോൾ കേട്ടോ. പിന്നെ പുതിയ ഡ്രസ്സ് അണിയുകയും വലിയവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പൂജ ചെയ്ത് മുതിർന്നവരുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യും. എന്നിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. അപ്പോൾ എല്ലാം ഇന്ന് ഫ്രഷായി തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് കേട്ടോ. ഇത് നമ്മുടെ കശുവണ്ടിയാണ്. ഈ പച്ച കശുവണ്ടി ഉണ്ടാവില്ലേ, അധികം മൂക്കാത്ത, അതാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. ഇത് ഞങ്ങൾക്ക് മംഗലാപുരത്തിന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് മാങ്ങയാണ്. സാധാരണ ഈ മാങ്ങ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, നാട്ടുമാങ്ങ ഉണ്ടാവില്ലേ, അതിനെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കും. അപ്പോൾ പൈനാപ്പിൾ ഉണ്ടെന്ന്. പിന്നെ ഇതാണ് കടച്ചക്ക എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളുടെ ഈ വിശേഷ ദിവസങ്ങളിൽ പ്രിപ്പറേഷനിൽ നോൺ വെജ് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അതൊന്നും ഇല്ലാണ്ടാണ് കുക്കിംഗ് ചെയ്യുക. പിന്നെ കുളിച്ച് നല്ല ശുദ്ധിയായാണ് അടുക്കളയിൽ കയറാന്നത്തെ ദിവസം. അപ്പോഴേക്കും ചേച്ചിയും വന്നു. അപ്പോൾ ചേച്ചി അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്ത് വിശേഷ ദിവസങ്ങളിലും ആളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചേച്ചി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബൻസാണ്, മാംഗ്ലൂർ ബൻസാണ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ചോക്ലേറ്റ് ബോൾസ്. ചേച്ചി അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രേയസിനും വേദിക്കും സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ശ്രേയസിനും വേദിക്കും മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇല്ലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ കടച്ചക്ക ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുളക് പൊടിയും ഉപ്പും കായവും ഇതൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. കൊങ്ങണീസിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ കടച്ചക്ക. അപ്പോൾ ഈ ഒരു വിശേഷ ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇത് ഉണ്ടാക്കാത്ത വീടുണ്ടാവില്ല. എവിടെന്നെങ്കിലും ആയിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ മാങ്ങ ഒന്ന് പീൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ തൊലിയൊന്ന് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അമ്മ ഈ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി ഇന്നിങ്ങനെ തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് ഇഡ്ഡലിക്ക് പകരം വലിയ നമ്മൾ ചോറ് കഴിക്കുന്ന തട്ടിൽ തന്നെ ഈ മാവ് കോരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പണി ഈസി ആവുമല്ലോ. മീൻസ് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോഴേക്കും മക്കളും എണീച്ച് വന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ ആദ്യം പീൽ ചെയ്ത് വെച്ചൂലേ, അത് കഴിഞ്ഞിട്ട് ഈ മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് നല്ല നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞ് ആ വെള്ളം കൂടി അതിൽ ചേർക്കും കേട്ടോ. പിന്നെ മെല്ലെ ഈ തേങ്ങയൊക്കെ വറുത്ത് വെച്ചു. പിന്നെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കശുവണ്ടി, അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയായി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ബൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി കൊണ്ടുവന്ന ബൻസ്. ഇഡ്ഡലിക്ക് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് ചട്നിയാണ് കേട്ടോ. വേദ്യക്ക് വൈറ്റ് കോക്കനട്ട് ചട്നിയാണ് ഇഷ്ടം, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വേദ്യക്ക് മാങ്ങ കണ്ടപ്പോൾ അതും വേണമെന്ന് അങ്ങനെ ആൾ ഇത് മുറിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇതൊക്കെ കണ്ടാൽ വേഗം കഴിക്കണം. അപ്പോൾ വീട്ടിൽ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വസ്തു കിട്ടിയാൽ അത് വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രത്തോളം തുല്യമായിട്ട് ഭാഗിക്കും. അതിപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിലും ശരി, അമ്മ അത് നമുക്ക് വേണ്ടി മാറ്റി വെക്കും. അതിപ്പോൾ ഞാൻ നാട്ടിൽ പോയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഈ പെരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേറെ ഇതൊക്കെ റെഡിയാവാണ്. ഇത് ചക്കപ്പായസത്തിനാണ് കേട്ടോ. ഇത് പരിപ്പിനാണ്. പരിപ്പ് കറി ഞങ്ങളുടെ എല്ലാ ദിവസം ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. ഏത് ഫംഗ്ഷനായാലും പരിപ്പ് കറി ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടാൾ കുളിച്ച് വന്ന് നല്ല പ്രാർത്ഥനയിലൊക്കെയാണ്. ശ്രേയസ് ഡെയിലി അവന് ഇതുണ്ട്, ശ്ലോകമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ഇന്ന് രണ്ടാളും ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ പെട്ടെന്ന് കണ്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡിഷസൊക്കെ റെഡിയായി. ഒന്നും കൂടി കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും ഫിഷ് അല്ലെങ്കിൽ ഓണിയൻ ഗാർലിക് അതൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഇതുപോലെയുള്ള ഡിഷസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും. ഇതാണ് പരിപ്പ് കറി. അത് നമ്മൾ ദാളിത്തോയ് എന്നാണ് പറയുക കേട്ടോ. ഇനിയും കുറേ ഡിഷസ് ഉണ്ട് നമ്മളിങ്ങനെ വിശേഷ ദിവസങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പപ്പടം വർക്കാണ്. പപ്പടം നമ്മളിങ്ങനെ വറുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും പപ്പടം വേണം. പിന്നെ ഇത് നമ്മുടെ നേരത്തെ കാണിച്ച കടച്ചക്കയില്ലേ, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്ന ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. വേദ്യ അച്ഛനെയും കൂട്ടിയിട്ട് കാക്കയെ വിളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കിയാൽ ആദ്യം കൊടുക്കുന്നത് കാക്കയ്ക്കാണ്. അത് നമ്മൾ പണ്ട് മുതലേ പാലിച്ച് വരുന്ന ഒരു കസ്റ്റമാണ് കേട്ടോ. വീട്ടിൽ തന്നെ വാഴയുള്ളതുകൊണ്ട് വാഴയിലൊക്കെ പറിച്ച് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വിളമ്പാൻ തുടങ്ങുകയാണ്. ഈ വിശേഷ ദിവസങ്ങളിലായാലും സാധാരണ ദിവസങ്ങളിലായാലും വീട്ടിലെല്ലാവരും ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. രാവിലെയും രാത്രിയും എന്തായാലും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് എല്ലാവരും. ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ പല സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ കശുവണ്ടിയിലെ അതിൻ്റെ ആ ഒരു ഉപ്പേരി, പിന്നെ ഒരു കടലക്കറിയാണ് കേട്ടോ. ഈ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ അരച്ചുണ്ടാക്കിയ കറിയാണ് കേട്ടോ അത്. അങ്ങനെ ഇതാണ് മാമ്പഴക്കറി. ഇതിൽ നമ്മൾ പൈനാപ്പിളും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ ഇടാറില്ല, ഇത്തവണ അതൊരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇട്ടു. പിന്നെ ഇതാണ് ചക്ക പായസം. പിന്നെ ഇതാണ് നമ്മുടെ കോക്കം. നമ്മുടെ ഈ നോർത്ത് കർണാടകയിലൊക്കെ കിട്ടുന്ന കോക്കം ജ്യൂസൊക്കെ കുടിക്കാറില്ലേ, അതിൻ്റെ ഒരു രസമാണ് കേട്ടോ അത്. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി.
കണ്ടോ, ഇത്ര ഡിഷസാണുള്ളത്. ഇതിലും കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. പത്രവടമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ ഇലയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് അധികവും ഈ ഇലയൊക്കെ കിട്ടുക. ഇപ്പോൾ വൈകുന്നേരമായി ഒന്ന് പുറത്തൊന്ന് ഇറങ്ങിയതാണ്. വേദിയാണെങ്കിൽ എന്നെക്കാളും മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വേദി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ആൾ ഒന്ന് വീഡിയോ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് അരിനെല്ലിക്ക, ഞങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ട്. വേദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പറിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. അപ്പോൾ വേദി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ് ആവാണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൾ കഴിയുന്നത് ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ആക്ച്വലി സൈക്കിളൊക്കെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ കളിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ആക്ച്വലി ഈ മുല്ലപ്പൂവൊക്കെ പറിക്കാനാണ് ഇറങ്ങിയത്. വേദ്യൻ്റെ അച്ഛനും കൂടി കുറേ പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മാലയൊക്കെ കോർത്ത് പിന്നെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നടക്കുമ്പോൾ വേദിക്ക് ഒരേ നിർബന്ധം അവിടെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു.